തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. കേരളം പിടിക്കാനുള്ള ഫൈനൽ പോരാട്ടമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന സെമി ഫൈനലിൽ മൂന്നാം ഭരണം ലക്ഷ്യമിട്ട് തദ്ദേശ പോരിനിറങ്ങിയ LDFന് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകിയാണ് UDF തിരിച്ചുവരവിന്റെ പാത തെളിച്ചത്. ചരിത്രത്തിൽ ഇന്നുവരെ ജയിച്ചു കയറാത്ത കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഒരുപക്ഷെ UDFനെ പോലും അമ്പരപ്പിക്കുന്ന വിജയമാണ് മുന്നണിക്ക് നേടാനായത്. നില മെച്ചപ്പെടുത്തുമെന്ന പൊതുവിലയിരുത്തലിനേക്കാൾ ഇടതുമുന്നണിയുടെ കോട്ടകൾ പോലും വെട്ടിപ്പിടിച്ചതോടെ UDF ഫൈനൽ പോരിന് ഒരുങ്ങിക്കൊള്ളാനുള്ള മുന്നറിയിപ്പാണ് ഇടതുമുന്നണിക്ക് നൽകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേട്ടമുണ്ടാക്കിയതോടെ LDF സർക്കാരിന് അധികാര തുടർച്ചയുണ്ടാകില്ലെന്നും 10 വർഷത്തിന് ശേഷം UDF സംസ്ഥാനത്ത് ഭരണത്തിലേറുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നേറാൻ LDFനും മികച്ച നേട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ കുതിക്കാൻ UDFനും നില മെച്ചപ്പെടുത്താൻ NDAയ്ക്കും ഇനി അവശേഷിക്കുന്നത് വെറും 2.5 മാസം മാത്രമാണ്. ഡിസംബർ 13 വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അനുസരിച്ച് സംസ്ഥാനത്ത് ആകെയുള്ള 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 80 സീറ്റിലാണ് UDFന് നിലവിൽ ഭൂരിപക്ഷമുള്ളത്. നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി 71 സീറ്റുകൾ ഈ നിലയിൽ UDFന് ജയിച്ചു കയറാനാകും. പക്ഷേ നേതാക്കൾ അവകാശപ്പെടുന്നത് പോലെ 100 സീറ്റ് എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്നാൽ തദ്ദേശ ഫലം അനുസരിച്ച് LDFന് 58 സീറ്റുകളിലാണ് നിലവിൽ ഭൂരിപക്ഷമുള്ളത്. NDAയ്ക്ക് 2 സീറ്റുകളിലാണ് സാധ്യത കാണുന്നത്. 2016 നിയമസഭയിലേക്ക് 1 സീറ്റ് നേടിയ NDAയ്ക്ക് 2021 അത് നിലനിർത്താൻ കഴിഞ്ഞിരുന്നില്ല. പുതിയ നേതൃത്വത്തിന് കീഴിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. അത് അത്രത്തോളം ഫലപ്രദമാകുമെന്ന് പറയാൻ സാധിക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിക്കുമ്പോൾ മലപ്പുറം, വയനാട്, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ UDFന് വലിയ മേൽക്കൈയുണ്ട്. എന്നാൽ നിലവിൽ പത്തനംതിട്ടയിൽ UDFന് ഒരു MLA പോലുമില്ല. തദ്ദേശ പോരാട്ടത്തിൽ UDFന് മുൻതൂക്കമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിന്റെ നെഞ്ചിടിപ്പേറ്റുന്ന ജില്ലയാണ് കോഴിക്കോട്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യവും നിയമസഭാ സാഹചര്യവും രണ്ടായതിനാൽ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതുതന്നെയാണ് കോൺഗ്രസിന്റെയും പ്രതീക്ഷ. ഇത്തവണയില്ലെങ്കിൽ ഇനിയില്ല എന്ന് നേതൃത്വം നൽകിയ കടുത്ത മുന്നറിയിപ്പ് മുന്നണിയിലെ പ്രധാന പാർട്ടികളുടെ അണികളെല്ലാം ഏറ്റെടുത്തതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാമൂഹിക ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങളെയും PR പ്രചാര വേലകളെയും മറികടന്നുള്ള ജനവികാരം ഒപ്പം നിർത്താൻ UDFന് സഹായകമായത്. കഴിഞ്ഞ 9.5 വർഷമായി സംസ്ഥാന ഭരണത്തിൽ നിന്നും 11 വർഷത്തിലധികമായി കേന്ദ്ര ഭരണത്തിൽ നിന്നും പുറത്തു നിൽക്കുന്ന കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഡു ഓർ ഡൈ പോരാട്ടം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDFന് നൽകുന്ന ഊർജം ചെറുതല്ല. ഈ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി മുന്നണി വിപുലീകരണ സാധ്യതകളിലേക്കും UDFന് വഴി തുറന്നിടും. നേരത്തെ UDF വിട്ടുപോയ കേരള കോൺഗ്രസ് എം, ലോക് താന്ത്രിക് ജനതാൾ അഥവാ LJD കക്ഷികളെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് വരെ ഒരുപക്ഷെ UDF കടന്നേക്കാം. ഈ 2 പാർട്ടികളുടെയും ശക്തി കേന്ദ്രങ്ങളായ ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നടത്തിയ തിരിച്ചുവരവ് ഇതിനുള്ള സാധ്യതകൾ ശക്തിപ്പെടുത്തുമെന്നും UDF കരുതുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് വേഗം കടക്കാനാണ് നിലവിൽ KPCCയുടെ ശ്രമം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജനുവരി 4-5 തീയതികളിൽ വയനാട്ടിൽ വെച്ച് മിഷൻ 2026 പരിപാടി സംഘടിപ്പിക്കാൻ KPCCയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചതായി കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചിരുന്നു. മാത്രമല്ല ജനുവരി പകുതിയോടെ കേരളത്തിൽ അടുത്ത 5 കൊല്ലത്തേക്ക് വിവിധ തലത്തിൽ നടത്തേണ്ട പദ്ധതികളെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു വിഷൻ ഡോക്യുമെന്റ് പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമങ്ങൾക്കും നേതൃത്വം തുടക്കം കുറിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിലുള്ള പ്രമുഖരാണ് ഈ രൂപരേഖ തയ്യാറാക്കാൻ KPCCയെ സഹായിക്കുന്നത്. ഇതിനോടകം തന്നെ KPCC നേതൃത്വം മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസുമായി 2 വട്ടം വിവിധ സീറ്റ് സംബന്ധമായ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇത് ഫെബ്രുവരിയോടുകൂടി ഒരു അന്തിമ രൂപം നടപ്പാക്കാനാണ് KPCC ശ്രമിക്കുന്നത്. പാർട്ടി മത്സരിക്കുന്ന 90-ലേറെ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പ്രഥമ പട്ടികയും KPCC ഇതിനോടകം ഒരുക്കിയിട്ടുണ്ടെന്നാണ് വിവരം. ഏകദേശം 600ഓളം പേരാണ് ഈ പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറെ ശ്രദ്ധയോടെ തീരുമാനിക്കേണ്ട ഒന്നാണ് സ്ഥാനാർത്ഥി നിർണയം. അതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കിയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് നിലവിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ച് വിജയിച്ചതുപോലെ നിയമസഭാ സ്ഥാനാർത്ഥി പട്ടികയിലും യുവാക്കൾക്കും വനിതകൾക്കും പാർട്ടി അവസരം നൽകും. ഇത് AICC നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരമാണ്. KPCCയുടെയും UDFന്റെയും നിഗമന പ്രകാരം ഏപ്രിൽ ആദ്യ വാരമാകും തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുക.
അങ്ങനെയെന്നാൽ മാർച്ച് അവസാന വാരത്തോടുകൂടി UDFന്റെ 140 മണ്ഡലങ്ങളിലേക്കുള്ള അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനാണ് ഇപ്പോൾ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നാണ് UDF നേതൃത്വം ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. അതായത് കോൺഗ്രസ് പടയൊരുക്കം ആരംഭിച്ചെന്ന് തന്നെ ഉറപ്പിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാ മുന്നണി വിഷയങ്ങളും മാറ്റിവെച്ച് ഒത്തൊരുമയോടെ പ്രവർത്തിച്ചത് UDFന് വിധി അനുകൂലമാകുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒത്തൊരുമ തുടരും. ഒപ്പം ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ നിലനിർത്താനായാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടിയാകുകയും UDFന് നേട്ടമാകുകയും ചെയ്യും. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മുതിർന്ന നേതാക്കളുടെ സജീവ സാന്നിധ്യമാണ്. കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളെ രംഗത്തിറക്കിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച പ്രചാരണം നടത്താൻ സാധിച്ചത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവും ചർച്ചയാക്കും. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാനമായ നിരവധി സർപ്രൈസുകളും തന്ത്രങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ആവർത്തിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. അത്തരം തന്ത്രങ്ങളെയും ശക്തമായ പ്രചാരണങ്ങളെയും പ്രതിരോധിക്കാൻ സാധിച്ചില്ലെങ്കിൽ വൻ തിരിച്ചടിയാകും LDFന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകൾ കൃത്യമായി UDFന് തുണച്ചിരുന്നു. ഈ സാഹചര്യം നിയമസഭയിലും ആവർത്തിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിപ്പിച്ചു നിർത്തിയുള്ള UDFന്റെ രാഷ്ട്രീയ ശൈലി കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. ഒപ്പം മുന്നണിക്കുണ്ടായ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ കരുത്തോടെ എത്തിക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾക്ക് യോഗം രൂപം നൽകണമെന്ന നിർദ്ദേശവും കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ വിജയമുറപ്പിച്ച മേഖലകളിൽ പാർട്ടിയുടെ സ്വാധീനം നിലനിർത്തുന്നതിനും ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഇടങ്ങളിൽ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുന്നതിനും അതാത് DCCകളുടെ നേതൃത്വത്തിൽ ഇടപെടലുകൾ ഉണ്ടാകണമെന്നതുൾപ്പെടെ കോർ കമ്മിറ്റിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലേതിന് മാതൃകയിൽ ഒരു മുഴം മുമ്പേ കളത്തിലിറങ്ങുന്നത് നിയമസഭയിലും ഗുണം ചെയ്യുമെന്നുള്ള വിലയിരുത്തലുകളും കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒപ്പം സംസ്ഥാനത്ത് BJPയുടെ വളർച്ചയ്ക്ക് വളമിടുന്നത് CPM ആണെന്ന പ്രചാരണം ശക്തമാക്കണമെന്ന നിർദ്ദേശവും യോഗത്തിലുണ്ട്. ഇത്തരത്തിൽ മികച്ച പ്രവർത്തനങ്ങളുടെ നഷ്ടപ്പെട്ടുപോയ ഭരണം തിരിച്ചുപിടിക്കാൻ എല്ലാ തരത്തിലും സജ്ജമാകുകയാണ് കോൺഗ്രസും ടീം UDFും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.